പ്രിയ വിദ്യാർത്ഥികളെ, നമുക്ക് ചതുഷ്ക്രിയകളുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം ചെയ്യാം. ഇത് ഒരു കളിയിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കളി രണ്ടു പേർക്കോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ പേർക്കോ ഒരേ സമയത്ത് കളിക്കാവുന്നതാണ്. ഇത് കളിക്കുന്നതിന് നമുക്ക് ആവശ്യമായി വേണ്ടത് ഇതേപോലെ 1 മുതൽ 10 വരെ എഴുതിയ കാർഡ്. അത് രണ്ടുപേരാണെങ്കിൽ 2 കാർഡ് ഇതുപോലെ 10 വരെ എഴുതിയത് വേണം. രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതേപോലെ 10 വരെ എഴുതിയ കാർഡ് കരുതുക. അതോടൊപ്പം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈസ് തന്നെ ഉപയോഗിക്കുക. 2 ഡൈസ് ആണ് വേണ്ടത്. ഈ 2 സാധനങ്ങളാണ് നമുക്ക് ഈ കളിക്ക് വേണ്ടത്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് കളിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. കളി 2 പേര് തമ്മിലാണ് കളിക്കുന്നതെങ്കിൽ ആദ്യം ഒരാൾ 2 ഡൈസ് ഇടുന്നു. ആ 2 ഡൈസ് ഇടുമ്പോൾ ആ ഡൈസിന് മുകളിൽ വരുന്ന സംഖ്യ നോക്കുക. അത് ഉദാഹരണത്തിന് 3ഉം 2ഉമാണ് വരുന്നതെങ്കിൽ ആ 3ഉം 2ഉം എന്നുള്ള സംഖ്യയുടെ സങ്കലനമോ വ്യവകലനമോ അല്ലെങ്കിൽ ഗുണനമോ ഹരണമോ ഇഷ്ടമുള്ള ക്രിയ ചെയ്ത് ആ ക്രിയയുടെ ഉത്തരമായിട്ട് വരുന്ന സംഖ്യ നിങ്ങളുടെ ഈ 1 മുതൽ 10 വരെ എഴുതിയ കോളത്തില് ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളയുക. ഉദാഹരണത്തിന് ഡൈസ് ഇട്ടപ്പോൾ 3ഉം 2ഉമാണ് വന്നതെങ്കിൽ 3ഉം 2ഉം കൂട്ടി 5 എന്ന് കിട്ടുന്നു. ആ 5 എന്നുള്ളത് തന്റെ കോളത്തിൽ വെട്ടിക്കളയുന്നു. തുടർന്ന് അടുത്തയാള് ഇതേപോലെ ഡൈസ് ഇടുന്നു. അവിടെ ആൾക്ക് കിട്ടുന്ന സംഖ്യ ഏതാണോ അതിനനുസരിച്ച് വെട്ടി കളിക്കുന്നു. ഈ കളി തുടർന്ന് ഓരോ കളി കഴിഞ്ഞ ഉടനെ അടുത്തയാൾ മാറി മാറി കളിക്കുന്നു. അങ്ങനെ ഓരോ കളവും വെട്ടി അവസാനം ഏറ്റവും ആദ്യം ആരുടെ കളമാണോ പൂർണ്ണമായും വെട്ടിത്തീരുന്നത് ആ ആളാണ് വിജയിക്കുന്നത്. ഇനി നമുക്ക് കളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് കളി എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 1 മുതൽ 10 വരെ എഴുതിയ 2 കാർഡുകളാണുള്ളത്. ഇപ്പൊ 2 പേര് തമ്മിലാണ് ഇവിടെ കളിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2ൽ കൂടുതൽ എത്ര പേർക്ക് വേണമെങ്കിലും ഒരേ സമയത്ത് കളിക്കാം. ഇവിടെ 2 പേരാണ് കളിക്കുന്നത്. ആദ്യം ഒരാള് ഡൈസ് ഇടുന്നു. ഡൈസ് ഇട്ടിട്ടാകുമ്പോൾ ആ ഡൈസിന് മുകളിൽ വന്ന സംഖ്യ ഏതാണെന്ന് നോക്കുന്നു. ആ 2 സംഖ്യകളിലെ നമുക്കിഷ്ടമുള്ള ക്രിയ ഉപയോഗിക്കാം. അതായത് സങ്കലനം, വ്യവകലനം, ഹരണം, ഗുണനം. ഇതിൽ ഏതെങ്കിലും ഒരു ക്രിയ ഉപയോഗിച്ച് അതിന് കിട്ടുന്ന ഉത്തരമായി വരുന്ന സംഖ്യ നമ്മുടെ ഈ 1 മുതൽ 10 വരെയുള്ള സംഖ്യയിൽ വെട്ടുന്നു. അങ്ങനെ കളി തുടരുന്നു. അവസാനം വെട്ടി ഏറ്റവും ആദ്യം ഈ 10 കളങ്ങളും ക്രോസ് ചെയ്ത് അതായത് വെട്ടി തീർന്നയാളാണ് കളിയിൽ വിജയിക്കുന്നത്. പിന്നെ നമുക്ക് കളി തുടരാം. ഇനി നമുക്ക് കളി തുടങ്ങാം. ആദ്യം ഒരാള് ഡൈസ് ഇടുന്നു. ഇവിടെ ഡൈസിൽ വന്നിട്ടുള്ളത് 6ഉം 2ഉമാണ്. ആറും 2ഉം ആയതുകൊണ്ട് ഇഷ്ടമുള്ള ക്രിയ ഉപയോഗിക്കാം. ഒന്നുകിൽ 6ൽ 2ഉം കൂട്ടി 8, അല്ലെങ്കിൽ 6ൽ നിന്ന് 2 കുറച്ച് 4, അല്ലെങ്കിൽ 6നെ 2 കൊണ്ട് ഹരിച്ച് 3. ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഞാൻ എടുക്കുന്നത് 6ഉം 2ഉം കൂട്ടി 8 എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഭാഗത്തു നിന്നുള്ള 8 ഞാൻ വെട്ടിക്കളയുന്നു. അടുത്തയാൾ കളിക്കുന്നു. ഇവിടെ അടുത്തയാൾക്ക് കിട്ടിയത് 3ഉം 2ഉമാണ്. മൂന്നും 2ഉം കൂട്ടി 5 എന്ന സംഖ്യയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. 5 വെട്ടിക്കളയും. അടുത്തയാൾ കളി തുടരുന്നു. 5ഉം 1ഉമാണ്. അഞ്ചിൽ നിന്ന് 1 കുറച്ച് 4ആണ് ഞാൻ എടുത്തത്. ആറും 4ഉം കിട്ടിയിരിക്കുന്നു. 6ഉം 4ഉം കൂട്ടി 10 ഞാൻ വെട്ടിക്കളയും. 6ഉം 5ഉമാണ് കിട്ടിയത്. ഞാൻ 6ൽ നിന്ന് 5 കുറക്കുക എന്ന ക്രിയയാണ് എടുത്തത്. അപ്പൊ 6ൽ നിന്ന് 5 കുറച്ചാൽ 1 കിട്ടുന്നു. 1 വെട്ടിക്കളയുന്നു. ഇതുപോലെ കളി തുടരുന്നു. എല്ലാ കളങ്ങളും വെട്ടി പൂർത്തിയായിട്ടുള്ളത് രണ്ടാമത്തെ ആളാണ്. രണ്ടാമത്തെ ആള് വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു.
പ്രിയ വിദ്യാർത്ഥികളെ, നമുക്ക് ഭിന്നസംഖ്യകള് ഫ്രാക്ഷൻ ഡിസ്ക് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു രീതി പരിചയപ്പെടാം. ഇതേപോലെ ഫ്രാക്ഷൻ ഡിസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളുകളിൽ ഇത് ഉണ്ട്. ഈ ഫ്രാക്ഷൻ ഡിസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് 2 വൃത്തങ്ങൾ തന്നെയാണ്. ഈ വൃത്തത്തിനെ ഇതേപോലെ കട്ട് ചെയ്ത് ഒരു മൂലയിൽ നിന്ന് നേരെ ആരമായിട്ട് വരുന്ന ഒരു ഭാഗം കട്ട് ചെയ്ത് നമുക്ക് ഫ്രാക്ഷൻ ഡിസ്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്ത 2 കളറുള്ള വ്യത്യസ്ത കളറാണ് നമ്മൾ എടുക്കേണ്ടത്. വ്യത്യസ്ത കളറുള്ള ഈ 2 വൃത്തങ്ങള് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിച്ച് ഭിന്നസംഖ്യയിലെ പല അളവുകളും അല്ലെങ്കിൽ ഭിന്നസംഖ്യയുടെ പല ഭാഗങ്ങളും നമുക്ക് ഇത് ഉപയോഗിച്ച് പരിചയപ്പെടാം. ഇപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ ഈ ഭിന്നസംഖ്യയുടെ കറുപ്പ് എന്ന് പറയുന്നത് 4ൽ 1 ഭാഗമാണ് എന്ന് മനസ്സിലാവും. 4ൽ 1 ഇനി ഇതിനെ തന്നെ നമുക്ക് മാറ്റിയാൽ ഇപ്പോൾ 2ൽ 1 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി കുറച്ചും കൂടി മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ 3ൽ 1 ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെ വ്യത്യസ്ത ഇതില് നമുക്ക് മാറ്റാം. ഇനി ഇത് കേവലം നമ്മൾ വെറും 2 ഡിസ്ക് ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തിയത്. ഇതേപോലെ തന്നെ 2ൽ കൂടുതൽ വ്യത്യസ്തമായ കളറുകൾ ഉപയോഗിച്ച് 3ഓ 4ഓ അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും കളർ ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്തമായ ഭിന്നസംഖ്യകള് കണ്ടെത്താൻ പറ്റും. ഒരേ സമയത്ത് തന്നെ പല ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ ഓരോ കളർ നോക്കി എത്ര ഭാഗമാണ് എന്ന് ഇവിടെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ വെള്ള നോക്കി 2ൽ 1 ആണെന്നും പച്ച നോക്കിയിട്ട് 4ൽ 1 ആണെന്നും അങ്ങനെ വ്യത്യസ്തമായ കളറുകൾ നോക്കി ഏത് ഭിന്നസംഖ്യയും നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വൃത്തം എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്നിലധികം കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭിന്നത്തിന്റെ ഏത് സംഖ്യകളെയും നമുക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വളരെ ലളിതമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. വീട്ടിലുള്ള സാധാ പേപ്പർ തന്നെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടി കട്ടിയുള്ളതാണെങ്കിൽ കാർഡ്ബോർഡ് ഉപയോഗിച്ച് ഇത്തരം കാർഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് വളരെ ലളിതമായി വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ് ഇത്. പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് ഗുണനവസ്തുതകൾ ഉറപ്പിക്കുന്നതിനുള്ള ഒരു കളി പരിചയപ്പെടാം. ഈ കളി കളിക്കുന്നതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങള്, ഒന്ന് പുഴയുടെ ഒരു ചിത്രം, അത് ചാർട്ട് പേപ്പറിലോ നിങ്ങൾക്ക് വരക്കാം. കൂടാതെ ഡൈസ് 2 വേണം, 2 ഡൈസ് വേണം. അതേപോലെ തന്നെ നമുക്ക് 4 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം ഉള്ള ടോക്കണുകൾ വേണം. 4 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലമുള്ള ടോക്കൺ 10 വീതം 20 വേണ്ടത്. 2 ഗ്രൂപ്പിന് കൂടി 20 ടോക്കൺ വേണം. ഈ ഡൈസില് സാധാരണ നമുക്ക് 1 മുതൽ 6 വരെയുള്ള സംഖ്യകളാണ് ഉണ്ടാവല്. എന്നാൽ നമ്മൾ ഈ കളിയിൽ നമ്മൾ ചെയ്യുന്നത് 4 മുതൽ 9 വരെയുള്ള സംഖ്യകള് ഇതേപോലെ ക്രമത്തില് എഴുതിയിട്ടുള്ള ഡൈസാണ് നമുക്ക് 2 ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കളി എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 2 പേർ തമ്മിലാണ് കളിക്കുന്നത്. 2 പേരില് ഓരോരുത്തരും ഈ പുഴയുടെ ഓരോ കരയും തിരഞ്ഞെടുക്കുന്നു. ആ തെരഞ്ഞെടുത്ത കരയില് ഓരോരുത്തരും അവർക്ക് കിട്ടിയ 10 ടോക്കണുകൾ നിരത്തിവെക്കുന്നു. ഈ ടോക്കണുകളില് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 മുതൽ 9 വരെ ഉള്ള സംഖ്യകളുടെ ഗുണനഫലം ആണ് ഉള്ളത്. ഇപ്പോൾ അവർക്ക് കിട്ടിയ ടോക്കണുകൾ നിരത്തിവെച്ചു കഴിഞ്ഞു. ഈ കളി നമുക്ക് നോക്കാം. ഒരാള് ഡൈസ് ഇടുന്നു. ഇട്ടപ്പോൾ വന്ന സംഖ്യകൾ നമുക്ക് നോക്കാം. 7ഉം 5ഉമാണ്. അപ്പൊ ഈ 2 സംഖ്യകളുടെയും ഗുണനഫലം
7 ഗുണിക്കണം 5 35 അപ്പൊ ആ സൈഡിൽ 35 ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സൈഡിൽ 35 ഇല്ല, അതുകൊണ്ട് എടുത്തു മാറ്റാൻ കഴിയുന്നില്ല. അപ്പൊ വീണ്ടും അടുത്തയാള് ഡൈസ് ഇടുന്നു. അടുത്തയാളുടെ ഡൈസ് വന്ന നമ്പർ നോക്കൂ, 9 ഉം 5 ആണ്. അപ്പൊ 9 ഗുണിക്കണം 5 45 45 ഉണ്ടെങ്കിൽ എടുത്തു മാറ്റുന്നു. ഇതാ അദ്ദേഹത്തിന്റെ ഭാഗത്ത് 45 ഉണ്ട്. ആ 45 നമ്പർ എടുത്തു മാറ്റുന്നു. കളി തുടരുന്നു. അടുത്ത് വന്നിട്ടുള്ള നമ്പർ 6 ഉം 5 ആണ്. 6 5 30 30 ഉണ്ട്. ആ നമ്പർ എടുത്തു മാറ്റുന്നു. വീണ്ടും ഡൈസ് ഇടുന്നു. വന്നിട്ടുള്ള സംഖ്യകള് 8 ഉം 5 ആണ്. 8 5 40 40 തന്റെ ഭാഗത്തില്ല, അതുകൊണ്ട് മാറ്റുന്നില്ല. വീണ്ടും വന്നിട്ടുള്ളത് 6 ഉം 5 ആണ്. അപ്പൊ 6 5 30 30 ഉണ്ടെങ്കിൽ എടുത്തു മാറ്റുന്നു. 30 ഇല്ല. അടുത്ത് വന്നിട്ടുള്ളത് 7 ഉം 8 ആണ്. 7 8 56 56 തന്റെ ഭാഗത്ത് ഇല്ല. ഇപ്പോൾ വന്നിട്ടുള്ളത് 9 ഉം 4 ആണ്. 9 4 36 36 തന്റെ ഭാഗത്തുണ്ടെങ്കിൽ എടുത്തു മാറ്റുന്നു. 36 എടുത്തു മാറ്റുന്നു. ഈ രീതിയിൽ കളി തുടർന്ന് ഏറ്റവും ആദ്യം ആരുടെ ഭാഗത്തെ ടോക്കണാണോ 10 തീരുന്നത് അയാൾ കളിയിൽ വിജയിക്കുന്നതായിരിക്കും. ഈ കളി രണ്ടുപേർ തമ്മിലോ അല്ലെങ്കിൽ 2 ഗ്രൂപ്പായോ കളിക്കാവുന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്കിന്ന് അബാക്കസും മുത്തുകളും ഉപയോഗിച്ചുകൊണ്ട് 2 അതിൽ കൂടുതലോ പേർക്ക് ഒരുമിച്ച് കളിക്കാവുന്ന ഒരു കളി പരിചയപ്പെടാം. കളിയുടെ പേര് വലിയവൻ ആര്. ഈ കളിക്ക് ആവശ്യമായ വസ്തുക്കൾ 1 10 100 1000 10000 എന്നിങ്ങനെ 5 സ്ഥാനം വരെ അടയാളപ്പെടുത്തിയ ഒരു അബാക്കസ്. മുത്തുകൾ 45 എണ്ണം. 2 ഡൈസുകൾ 1 മുതൽ 6 വരെ അടയാളപ്പെടുത്തിയ 2 ഡൈസുകൾ. കളിയുടെ നിബന്ധനകൾ: ആദ്യം ഒരാൾ 2 ഡൈസുകൾ ഒരുമിച്ചെറിയുന്നു. അപ്പോൾ 2 സംഖ്യ കിട്ടും. ആ സംഖ്യയുടെ തുകയോ വ്യത്യാസമോ നമുക്ക് ഇഷ്ടമുള്ളത്. ഇവിടെ കിട്ടിയ സംഖ്യ 6 ഉം 2 ആണ്. വ്യത്യാസമാണെങ്കിൽ 4 ആയിരിക്കും. തുകയാണെങ്കിൽ 8 ആയിരിക്കും. നമുക്ക് വലിയ സംഖ്യയാണ് വേണ്ടത്. അപ്പോൾ തുക എടുക്കുന്നതായിരിക്കും നമുക്ക് ഗുണകരം. തുകക്ക് തുല്യമായ അത്രയും മുത്തുകൾ എണ്ണിയെടുക്കുന്നു. 1 2 3 4 5 6 7 8. ആ മുത്തുകൾ അബാക്കസിലെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനത്തെ കമ്പിയിൽ നിക്ഷേപിക്കാം. ഇവിടെ 8 ആണ് ലഭിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് 8നേക്കാൾ വലിയ സംഖ്യ കിട്ടിയെന്നിരിക്കും. അതുകൊണ്ട് ഇവിടെ 1000ന്റെ സ്ഥാനത്തെ കമ്പിയിലാണ് കോർക്കുന്നത്. എനിക്കിപ്പോൾ 8000 ലഭിച്ചിരിക്കുകയാണ്. ഡൈസ് എറിയുമ്പോൾ ചിലപ്പോൾ വലിയ സംഖ്യകൾ കിട്ടിയെന്നിരിക്കും. ഉദാഹരണം 6 5. ഇവയുടെ തുക 2 അക്കമുള്ള ഒരു സംഖ്യയാണ് കിട്ടുക. അങ്ങനെ വരുമ്പോൾ അവയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കത്തിന് തുല്യമായ അത്രയും മുത്തുകളാണ് നാം എടുക്കേണ്ടത്. ഇവിടെ വന്നത് 6 ഉം 5 അവയുടെ വ്യത്യാസമാണെങ്കിൽ 1 ആയിരിക്കും. അവയുടെ തുക 11 ആണ്. ഏതായാലും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കം 1 ആണ്. അപ്പോൾ ഒരു മുത്ത് മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. എടുത്ത മുത്ത് നമുക്ക് ഇഷ്ടമുള്ള കമ്പിയിൽ ഇവിടെ 1 ആണ് കിട്ടിയിരിക്കുന്നത്.
അത് ഒന്നിന്റെ സ്ഥാനത്ത് നിക്ഷേപിക്കുന്നതായിരിക്കും നമുക്ക് ഗുണകരം. ഇതുപോലെ ഒരു കുട്ടി 5 പ്രാവശ്യം ആവർത്തിക്കും. അപ്പോൾ അവന് ഒരു 5 അക്ക സംഖ്യ കിട്ടും. ഈ 5 അക്ക സംഖ്യ ഓർത്തു വെക്കേണ്ടതാണ്. ഒരു കടലാസിൽ കുറിച്ചു വെക്കുകയോ ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ ഈ സംഖ്യകളുടെ തുകയോ വ്യത്യാസമോ 0 വരാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അബാക്കസിലെ ഒരു കമ്പി നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ആ കമ്പിയുടെ സ്ഥാനം 0. നമുക്കിനി കളിയിലേക്ക് പോകാം. 2 ഡൈസുകൾ ഒരുമിച്ചെറിയുന്നു. ഇപ്പോൾ കിട്ടിയ 2 സംഖ്യകൾ 6ഉം 2ഉമാണ്. അവയുടെ തുകയാണെങ്കിൽ 8 കിട്ടുക. വ്യത്യാസമാണെങ്കിൽ 4 കിട്ടും. അപ്പോൾ നമുക്ക് വലിയ സംഖ്യയായ 8 എടുക്കുന്നതാണ് നല്ലത്. 8 മുത്തുകൾ എണ്ണിയെടുത്ത് ഇഷ്ടമുള്ള ഒരു കമ്പിയിൽ കോർക്കണം. ഇവിടെ 1000ന്റെ കമ്പിലാണ് കോർക്കുന്നത്. വീണ്ടും ഡൈസ് എറിയുന്നു. ഇപ്പോൾ ലഭിച്ചത് 1, 1. അവയുടെ തുകയാണെങ്കിൽ 2 കിട്ടും. വ്യത്യാസമാണെങ്കിൽ 0. അപ്പോൾ തുക എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 2 മുത്തുകൾ ഇഷ്ടമുള്ള ഒരു കമ്പിയിൽ കോർക്കും. സ്ഥാനവില കുറഞ്ഞ കമ്പിയിൽ കോർക്കുന്നതായിരിക്കും നമുക്ക് ഗുണകരം. വീണ്ടും ഡൈസ് എറിയുന്നു. അപ്പോൾ കിട്ടിയ സംഖ്യകൾ 3ഉം 1ഉമാണ്. ഇവിടെയും തുക എടുക്കുന്നതാണ് നല്ലത്. തുക 4. 4 മുത്തുകൾ 10ന്റെ സ്ഥാനത്തുള്ള കമ്പിയിൽ കോർക്കുന്നു. ഇപ്പോൾ കിട്ടിയ സംഖ്യകൾ 4ഉം 1ഉമാണ്. ഇവിടെയും തുകയാണ് വലിയ സംഖ്യ. അപ്പോൾ 5 ഡൈസുകൾ, 4ഉം 1ഉം 5 ഡൈസുകൾ. അവ 100ന്റെ സ്ഥാനത്ത് കമ്പിയിൽ കോർക്കുന്നു. 5ാമതും ഡൈസ് എറിയുന്നു. അപ്പോൾ ലഭിച്ച സംഖ്യകൾ 5, 1. ഇവിടെയും തുകയെടുക്കുന്നതായിരിക്കും വലിയ സംഖ്യ. 5ഉം 1ഉം 6. അവസാനത്തെ കമ്പിയിൽ കോർക്കുന്നു. 6 മുത്തുകൾ 10,000ന്റെ സ്ഥാനത്തുള്ള കമ്പിയിൽ കോർക്കുന്നു. അപ്പോൾ ലഭിച്ച ആകെ സംഖ്യ 68,542. ഇത് ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. 68,542. ഇനി രണ്ടാമൻ കളി തുടരുന്നു. രണ്ടാമൻ ലഭിച്ച ആകെ സംഖ്യ 89,930. ഇവിടെ രാമുവും പ്രകാശനും തമ്മിലുള്ള കളിയിൽ വലിയ സംഖ്യ കിട്ടിയത് പ്രകാശനാണ്. അപ്പോൾ പ്രകാശനാണ് ഈ കളിയുടെ വിജയി. ഈ കളി മറ്റൊരു രീതിയിലും നമുക്ക് കളിക്കാവുന്നതാണ്. ഒരാള് 1നും 1,00,000നും ഇടയിലുള്ള ഒരു 5 അക്ക സംഖ്യ പറയുന്നു. രണ്ടാമൻ ആ സംഖ്യ മുത്തുകൾ ഉപയോഗിച്ച് അബാക്കസിൽ ക്രമീകരിക്കുന്നു. ശരിയായി ക്രമീകരിച്ചാൽ ക്രമീകരിക്കുന്നവന് ഒരു പോയിന്റ് ലഭിക്കും. ഇതുപോലെ 5 പ്രാവശ്യം ആവർത്തിക്കുന്നു. അപ്പോൾ അവന് കിട്ടിയ പോയിന്റുകൾ രേഖപ്പെടുത്തുന്നു. പിന്നീട് കുട്ടികൾ പരസ്പരം മാറി കളി തുടരുന്നു. ഇതുപോലെ പല രീതിയിലും ഈ അബാക്കസിനെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ലളിതമായി ഉണ്ടാക്കിയ ഒരു അബാക്കസാണ് ഇത്. ഈർക്കലും അതുപോലെ വാഴപ്പിണ്ടിയുമാണ് ഇതിന്റെ നിർമ്മാണ വസ്തുക്കൾ. ഒരു വാഴപ്പിണ്ടി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഈർക്കൽ ഉറപ്പിച്ച് ഉണ്ടാക്കിയ അബാക്കസ്.
നമസ്തേ. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് ചതുരത്തിന്റെ ചുറ്റളവും പരപ്പളവും തമ്മിലുള്ള ബന്ധം ഉപയോഗപ്പെടുത്തിയുള്ള ഒരു കളിയാണ്. ഒരാൾ ജിയോ ബോർഡിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഇഷ്ടമുള്ള അളവിൽ ഒരു ചതുരം നിർമ്മിക്കുന്നു. രണ്ടാമത്തെയാൾ ഈ ചതുരത്തിന്റെ അതേ ചുറ്റളവുള്ള ഒരു ചതുരം മറ്റൊരു രീതിയിൽ നിർമ്മിക്കുന്നു. രണ്ട് ചതുരങ്ങളുടെയും പരപ്പളവുകൾ താരതമ്യം ചെയ്യുന്നു. കൂടുതൽ പരപ്പളവ് ഏത് ചതുരത്തിനാണോ ലഭിച്ചത് ആ ചതുരം നിർമ്മിച്ചയാളാണ് വിജയിക്കുന്നത്. ഇനി സംഖ്യകൾ മാറ്റിയും ആളുകൾ പരസ്പരം മാറിയും ഈ കളി തുടരാവുന്നതാണ്. കളിക്കുന്ന രീതി ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ആൾ ചതുരം നിർമ്മിക്കുന്നത് ശ്രദ്ധിക്കൂ. കണ്ടല്ലോ, ഈ ചതുരത്തിന്റെ നീളം 9 യൂണിറ്റ്, വീതി 1 യൂണിറ്റ്. 1 യൂണിറ്റ് വീതിയും 9 യൂണിറ്റ് നീളവുമുള്ള ചതുരമാണ് ഒന്നാമത്തെ ആള് നിർമ്മിച്ചത്. ഇനി ഇതേ ചുറ്റളവുള്ള ഒരു ചതുരം മറ്റൊരു രീതിയിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഈ ബോർഡിൽ നിർമ്മിച്ചു കാണിക്കണം. രണ്ടാമത്തെ ആൾ നിർമ്മിക്കുന്നത് ശ്രദ്ധിക്കൂ. രണ്ടാമത്തെ ആൾ നിർമ്മിച്ച ചതുരത്തിന്റെ നീളം 1, 2, 3, 4, 5, 6 യൂണിറ്റ്, വീതി 1, 2, 3, 4 യൂണിറ്റ്. 4 യൂണിറ്റ് വീതിയും 6 യൂണിറ്റ് നീളവുമുള്ള ചതുരമാണ് രണ്ടാമത്തെയാൾ നിർമ്മിച്ചത്. ഇനി ഇത് ശരിയാണോ എന്ന് പരിശോധിക്കൂ. ഒന്നാമത്തെ ആൾ നിർമ്മിച്ച ചതുരത്തിന്റെ ചുറ്റളവെന്ന് കണ്ടെത്തുക. നീളം 9, വീതി 1, 9 1 10, 10 ഗുണം 2, 20 യൂണിറ്റ് ആണ് ഒന്നാമത്തെ ആൾ നിർമ്മിച്ച ചതുരത്തിന്റെ ചുറ്റളവ്. ഇനി രണ്ടാമത്തെ ആൾ നിർമ്മിച്ച ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടെത്തി നോക്കൂ. നീളം 1, 2, 3, 4, 5, 6, വീതി 1, 2, 3, 4. നീളവും വീതിയും കൂട്ടിയാൽ 6 4 10, 10 ഗുണം 2, അപ്പോൾ 20 യൂണിറ്റ്. രണ്ടുപേരും നിർമ്മിച്ചത് 20 യൂണിറ്റ് വീതം ചുറ്റളവുള്ള ചതുരങ്ങളാണ്. ഇനി ഏത് ചതുരത്തിനാണ് കൂടുതൽ പരപ്പളവ് എന്ന് കണ്ടെത്തണം. പരപ്പളവ് കണ്ടെത്താനുള്ള സൂത്രവാക്യം നിങ്ങൾക്കറിയാമല്ലോ. നീളവും വീതിയും പരസ്പരം ഗുണിക്കുന്നു. ഒന്നാമത്തെ ചതുരത്തിന്റെ പരപ്പളവൊന്ന് കണ്ടെത്തി നോക്കൂ. നീളം 9 യൂണിറ്റ്, വീതി 1 യൂണിറ്റ്. 9 ഗുണം 1 സമം 9 തന്നെ. ഒന്നാമത്തെ ആള് നിർമ്മിച്ച ചതുരത്തിന്റെ പരപ്പളവ് 9 ചതുരശ്ര യൂണിറ്റ് ആണ്. രണ്ടാമത്തെ ആൾ നിർമ്മിച്ച ചതുരത്തിന്റെ പരപ്പളവ് 6 ഗുണം 4, 6 ഗുണം 4 സമം 24. രണ്ടാമത്തെ ആൾ നിർമ്മിച്ച ചതുരത്തിന്റെ പരപ്പളവ് 24 ചതുരശ്ര യൂണിറ്റ് ആണ്. അപ്പോൾ ആര് നിർമ്മിച്ചതാണ് കൂടുതൽ പരപ്പളവുള്ള ചതുരം? അതെ, രണ്ടാമത്തെ ആള് നിർമ്മിച്ചതാണ് കൂടുതൽ പരപ്പളവുള്ള ചതുരം. അപ്പോൾ രണ്ടാമത്തെ ആളാണ് വിജയിക്കുന്നത്. ഇതുപോലെ സംഖ്യകൾ മാറ്റിയും ആളുകൾ പരസ്പരം മാറിയും നിങ്ങൾ ചതുരങ്ങൾ ഉണ്ടാക്കി ചുറ്റളവും പരപ്പളവും കണ്ടെത്തുമല്ലോ. നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുന്നത് ഒരു പസിലാണ്. ഈ പസിലിന്റെ പേര് സംഖ്യാചക്രം എന്നാണ്. ഈ പസിലിന് ആവശ്യമായ വസ്തുക്കൾ ഒരു ചാർട്ട് പേപ്പറിൽ 10 സെന്റിമീറ്റർ ആരത്തിൽ വരച്ച ഒരു വൃത്തം. ഇതുപോലെ ഒരു വൃത്തം വരച്ച് വൃത്തത്തിൽ തുല്യ അകലത്തിൽ 4 വ്യാസരേഖകൾ വരക്കണം. വൃത്തത്തിന്റെ മധ്യഭാഗത്തും ഓരോ വ്യാസരേഖയുടെ അഗ്രബിന്ദുക്കളിലും ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ചെറുവൃത്തങ്ങൾ വരയ്ക്കുന്നു. ഈ ചെറുവൃത്തങ്ങളിലാണ് 1 മുതൽ 9 വരെയുള്ള സംഖ്യാ ടോക്കണുകൾ വെക്കേണ്ടത്. സംഖ്യാ ടോക്കണുകൾ വെക്കുമ്പോൾ ഓരോ വ്യാസത്തിൽ വരുന്ന സംഖ്യകളുടെയും
തുക ഒന്നു തന്നെയായിരിക്കണം. എല്ലാ വ്യാസത്തിലെയും വരുന്ന സംഖ്യകളുടെ തുക ഒരുപോലെ ആയിരിക്കണം. 1 മുതൽ 9 വരെയുള്ള സംഖ്യാ ടോക്കണുകൾ. ഈ ടോക്കണുകൾ കാർഡിലെ സംഖ്യകൾ വെട്ടി ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചതായാലും മതി. 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ചെറുവൃത്തങ്ങളിൽ വെക്കണം. പക്ഷേ ഒരു വ്യാസത്തിലുള്ള 3 ചെറുവൃത്തങ്ങളിൽ വരുന്ന സംഖ്യകളുടെ തുക ഒരുപോലെയായിരിക്കും. ഓരോ വ്യാസത്തിലെയും സംഖ്യകളുടെ തുക 15 തന്നെയാണ്. ഉദാഹരണം 8, 5, 2. 8, 5, 13, 2, 15. 4, 5, 6, 15. 7, 5, 3, 15. 6, 5, 1, 15. ഇങ്ങനെ 4 വ്യാസങ്ങളിൽ വരുന്ന സംഖ്യകളുടെയും തുക 15 തന്നെ കിട്ടും. ഇനി ഇതുപോലെ തന്നെ തുടർച്ചയായ ഏത് 9 സംഖ്യകൾ എടുത്താലും ഇതുപോലെ ക്രമീകരിക്കാൻ കഴിയും. സംഖ്യകളുടെ തുക വ്യത്യാസമായിരിക്കുമെന്ന് മാത്രം. പ്രിയ കൂട്ടുകാരെ, നമുക്കൊരു കളി പരിചയപ്പെട്ടാലോ? 2 പേർക്ക് കളിക്കാവുന്ന ഒരു കളി. കളിയുടെ പേര് മറഞ്ഞിരിക്കുന്നവരെ കണ്ടെത്താം. ഈ കളിക്ക് ആവശ്യമായ വസ്തുക്കൾ 1 മുതൽ 20 വരെ എഴുതിയ 10 സംഖ്യാ കാർഡുകൾ. 1 പിറകിൽ തന്നെ 2 എഴുതണം. 3 പിറകിൽ 4. ഈ ക്രമത്തിൽ 20 വരെ എഴുതിയ 10 സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ചാണ് ഈ കളി കളിക്കുന്നത്. നമുക്ക് കളിയിലേക്ക് പോകാം. ഒരാൾ 10 കാർഡുകൾ ഇഷ്ടം പോലെ ഷഫിൾ ചെയ്ത് തറയിൽ നിരത്തുന്നു. അപ്പോൾ നമുക്ക് 10 സംഖ്യകൾ കാണാൻ പറ്റും. ഓരോ കാർഡിന് പിറകിലുമുള്ള 10 സംഖ്യകൾ നമ്മൾ കാണുന്നില്ല. ആ കാണാത്ത 10 സംഖ്യകളുടെ തുകയാണ് നാം കണ്ടെത്തേണ്ടത്. ഇത് 1 മിനിറ്റിനുള്ളിൽ കണ്ടെത്തുന്നയാൾക്ക് 10 പോയിന്റ് ലഭിക്കും. 2 മിനിറ്റിനുള്ളിലാണ് കണ്ടെത്തുന്നതെങ്കിൽ 5 പോയിന്റ്. 3 മിനിറ്റിനുള്ളിലാണ് കണ്ടെത്തുന്നതെങ്കിൽ 1 പോയിന്റ്. 3 മിനിറ്റിൽ കൂടുതൽ സമയമെടുത്താൽ 1 പോയിന്റും ലഭിക്കുകയില്ല. ഈ രീതിയിൽ ഒരാൾ 3 പ്രാവശ്യം കളിക്കുന്നു. ആകെ പോയിന്റ് കണ്ടെത്തുന്നു. ശേഷം രണ്ടാമൻ ഇതേ കളി ആവർത്തിക്കുന്നു. ഇതിൽ കൂടുതൽ പോയിന്റ് ലഭിച്ചയാൾ വിജയിക്കുന്നു. ഇപ്പോൾ നിരത്തിയ കാർഡുകളുടെ പിറകിലുള്ള സംഖ്യകളുടെ തുക കണ്ടെത്തുന്നു. കാർഡുകളുടെ പിറകിലുള്ള സംഖ്യകളുടെ തുക 101 ആണ്. കാർഡുകളുടെ പിറകിലുള്ള സംഖ്യകളുടെ തുക 101 ആണ്. ഉത്തരം ശരിയാണ്. 1 മിനിറ്റിനുള്ളിൽ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കളിച്ച ആൾക്ക് 10 പോയിന്റ് കിട്ടുന്നു. എളുപ്പത്തിൽ കണ്ടെത്താനുള്ള വഴി നിങ്ങൾ സ്വയം കണ്ടെത്തുക. കളി ഒരു പ്രാവശ്യം കൂടി ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ ഉത്തരം കണ്ടെത്തുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവും. വീണ്ടും നിരത്തുന്നു. ഈ സംഖ്യകളുടെ പിറകിലുള്ള നമ്മൾ കാണാത്ത സംഖ്യകളുടെ തുകയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അത് എത്രയാണെന്ന് ഇപ്പോൾ ഷഫിൾ ചെയ്ത് നിരത്തിയാൾ കണ്ടെത്തി പറയും. ശ്രദ്ധിക്കുക, വളരെ പെട്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമേ 10 പോയിന്റ് ലഭിക്കുകയുള്ളൂ. കണ്ടെത്താനൊരു സൂത്രമുണ്ട്. നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തണം. നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കും.
കാർഡുകളുടെ പിറകിലുള്ള സംഖ്യകളുടെ തുക 104. ഉത്തരം തെറ്റാണ്. പിറകിലുള്ള സംഖ്യകളുടെ തുക 106 ആണ്. അനുവദിച്ച സമയം കഴിഞ്ഞതിനാൽ ഈ കളിക്ക് ഒരു പോയിന്റും ലഭിക്കുകയില്ല. കൂട്ടുകാരെ, നമുക്കിന്നൊരു പുതിയ കളി പരിചയപ്പെടാം. കളിയുടെ പേര് മാന്ത്രിക കാർഡ്. 2 പേർക്ക് കളിക്കാവുന്ന ഒരു കളിയാണിത്. എന്റെ കയ്യിൽ പ്രത്യേക രീതിയിൽ സംഖ്യകൾ എഴുതിയ 10 കാർഡുകളുണ്ട്. നിങ്ങൾക്ക് 1നും 1000നും ഇടയിലുള്ള ഏത് എണ്ണൽ സംഖ്യ വേണമെങ്കിലും പറയാം. എന്റെ കയ്യിലുള്ള കാർഡിലെ സംഖ്യകളുടെ തുകയായി നിങ്ങൾ പറയുന്ന സംഖ്യ 2 മിനിറ്റ് കൊണ്ട് ഞാൻ ക്രമീകരിച്ചു തരും. നിങ്ങൾക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ കളിക്ക് ആവശ്യമായ വസ്തുക്കൾ: ചാർട്ട് പേപ്പറിൽ വെട്ടിയെടുത്ത 10 കാർഡുകൾ വേണം. ഓരോ കാർഡിലും 1, 2, 4, 8, 16, 32, 64, 128, 256, 512 എന്നിങ്ങനെ സംഖ്യകൾ എഴുതിയിരിക്കണം. കളിക്കുന്ന വിധം: ഒന്നാമൻ 1000മോ അതിൽ താഴെയുള്ളതോ ആയ ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യ പറയുന്നു. രണ്ടാമൻ ആ പറഞ്ഞ സംഖ്യ തന്റെ കയ്യിലുള്ള കാർഡിലുള്ള സംഖ്യയാണോ എന്ന് നോക്കൂ. അല്ലെങ്കിൽ കാർഡിലുള്ള ഏതൊക്കെ സംഖ്യകളുടെ തുകയായി വരുമെന്ന് കണ്ടെത്തണം. ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടെത്തുന്നവനാണ് വിജയിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ടാണ് പറയുന്നതെങ്കിൽ അവൻ 5 പോയിന്റ് കിട്ടും. അതല്ല 6 മിനിറ്റ് കൊണ്ടാണ് പറയുന്നതെങ്കിൽ 1 പോയിന്റ് കുറഞ്ഞ് 4 പോയിന്റ് കിട്ടും. 7 മിനിറ്റ് കൊണ്ടാണെങ്കിൽ 3 പോയിന്റ് കിട്ടും. 8 മിനിറ്റ് ആണെങ്കിൽ 2 പോയിന്റ്. 9 മിനിറ്റ് ആണെങ്കിൽ അവന് 1 പോയിന്റ്. 9 മിനിറ്റിൽ കൂടുതലെടുത്താൽ 0 പോയിന്റ്. അതായത് അവന്റെ കളി അവസാനിച്ചു. പിന്നീട് രണ്ടാമത്തവൻ സംഖ്യ പറയുകയും ഒന്നാമൻ ആ പറഞ്ഞ സംഖ്യക്ക് തുല്യമായ കാർഡുകൾ കണ്ടെത്തുകയും വേണം. ഇങ്ങനെ കളി തുടരാം. ഇതിൽ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ ഒരു സൂത്രമുണ്ട്. നിങ്ങളത് അന്വേഷിച്ച് കണ്ടെത്തുക. കളിക്കിടയിൽ വേണമെങ്കിൽ പേനയും പേപ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് കളിച്ചു നോക്കാം. കൂട്ടുകാരെ, ഇതാണ് ആ സംഖ്യകൾ. നമുക്ക് കളി തുടരാം. ഒന്നാമൻ 1000ൽ താഴെയുള്ള ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യ പറയുന്നു. 836. അപ്പോൾ ഒന്നാമൻ പറഞ്ഞ സംഖ്യ 836 ആണ്. രണ്ടാമൻ ആ സംഖ്യക്ക് തുല്യമായ കാർഡുകൾ കണ്ടെത്തണം. രണ്ടാമൻ ഏതൊക്കെ കാർഡുകളുടെ തുകയാണെന്ന് കണ്ടെത്തിയല്ലോ, ആ കാർഡുകൾ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. 512, 256, 64, 4. ഈ 4 കാർഡുകളിലെ സംഖ്യകളുടെ തുക 836 ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി നോക്കാം. ഇവിടെ 2 മിനിറ്റ് കൊണ്ട് തന്നെ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ടാമന് 5 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമൻ സംഖ്യ പറയുകയും ഒന്നാമൻ ആ സംഖ്യക്ക് തുല്യമായ കാർഡുകൾ ഏതാണെന്ന് കണ്ടെത്തുകയും ചെയ്യും.
രണ്ടാമൻ സംഖ്യ പറയുന്നു. 644. ഒന്നാമൻ 644 തുല്യമായ കാർഡിലെ സംഖ്യകൾ കണ്ടെത്തുന്നു. അഞ്ച് മിനിറ്റ് ആകാൻ പോകുന്നു. ആറ് മിനിറ്റായി. ഇപ്പോൾ സംഖ്യകൾ കണ്ടെത്തിയിരിക്കുകയാണ്. 512 കൂട്ടണം 128 കൂട്ടണം 4 സമം 644. ഇപ്പോൾ സംഖ്യ ശരിയാണ്. 6 മിനിറ്റ് കൊണ്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 1 പോയിന്റ് കുറച്ചാണ് കിട്ടുക. ഈ കളിയിൽ ഒന്നാമത് കളിച്ചയാള് 2 മിനിറ്റിനുള്ളിൽ തന്നെ ആവശ്യമായ സംഖ്യകൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾക്ക് 5 പോയിന്റ് ലഭിക്കും. രണ്ടാമത് കളിച്ചയാള് സംഖ്യകൾ കണ്ടെത്താൻ 6 മിനിറ്റ് സമയമെടുത്തു. അതുകൊണ്ട് അയാൾക്ക് 1 പോയിന്റ് കുറഞ്ഞേ ലഭിക്കൂ. അപ്പോൾ 4 പോയിന്റ്. ഒന്നാമത് കളിച്ചയാൾക്ക് 5 പോയിന്റും രണ്ടാമത് കളിച്ചയാൾക്ക് 4 പോയിന്റും ലഭിച്ചു. അപ്പോൾ ഒന്നാമത് കളിച്ചയാളാണ് വിജയിച്ചത്. പ്രിയ കൂട്ടുകാരെ, നിങ്ങളിൽ ചിലർക്ക് ഗണിത പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമല്ലോ. നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം. എന്റെ കയ്യിൽ ചാർട്ട് പേപ്പറിൽ വരച്ച ഒരു നക്ഷത്രമുണ്ട്. നക്ഷത്രത്തിലെ വരകൾ ചേരുന്ന സ്ഥലങ്ങളിൽ ഓരോ ചെറുവൃത്തങ്ങൾ വരച്ചിരിക്കുന്നു. ആകെ 10 ചെറുവൃത്തങ്ങൾ. ഈ വൃത്തങ്ങളിൽ മഞ്ചാടി വെക്കണം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഈ നക്ഷത്രത്തിൽ 5 വരികളുണ്ട്. 1, 2, 3, 4, 5. ഏതെങ്കിലും ഒരു വരിയിലെ ഒരു ഒഴിഞ്ഞ വൃത്തത്തിൽ നിന്നും തുടങ്ങാം. 1, 2, 3. മൂന്നാമത്തെ വൃത്തത്തിൽ ഒരു മഞ്ചാടി വെക്കണം. വീണ്ടും ഏതെങ്കിലും ഒരു വരിയിലെ ഒരു ഒഴിഞ്ഞ വൃത്തത്തിൽ നിന്നും തുടങ്ങി മൂന്നാമത്തെ വൃത്തത്തിൽ മഞ്ചാടി വെക്കുന്നു. 1, 2, 3. 5 മിനിറ്റാണ് അനുവദിച്ച സമയം. 5 മിനിറ്റിനുള്ളിൽ കളി പൂർത്തിയാക്കുന്ന ആൾക്ക് 50 പോയിന്റ് ലഭിക്കും. 5 മിനിറ്റ് കഴിഞ്ഞാൽ കളി അവസാനിച്ചു. കളി പൂർത്തിയാക്കാത്തവർക്ക് അവർ ശരിയായി വെച്ച ഓരോ മഞ്ചാടിക്കും 5 പോയിന്റ് വീതം ലഭിക്കും. കൂടുതൽ പോയിന്റ് ലഭിച്ചയാള് വിജയി. മഞ്ചാടി എളുപ്പത്തിൽ വൃത്തത്തിൽ ക്രമീകരിക്കാനുള്ള സൂത്രം നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തുമല്ലോ. ഒരാൾ കളിക്കുന്നത് ശ്രദ്ധിക്കൂ. കളിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. 5 മിനിറ്റാണ് അനുവദിച്ച സമയം. ഇവിടെ 5 മിനിറ്റിനുള്ളിൽ 7 മഞ്ചാടിയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ക്രമീകരിച്ച ഓരോ മഞ്ചാടിക്കും 5 പോയിന്റ് വീതം ലഭിക്കും. ഇവിടെ 35 പോയിന്റാണ്
ഒന്നാമത് കളിച്ച ആൾക്ക് ലഭിച്ചത്. ഇനി അടുത്ത ആള് കളിക്കുന്നു. രണ്ടാമത്തെ ആള് കളി തുടരുന്നു. മിനിറ്റ് കൊണ്ട് 9 മഞ്ചാടിയും കൃത്യമായി ക്രമീകരിച്ചിരിക്കുകയാണ്. രണ്ടാമത് കളിച്ച ആൾക്ക് മുഴുവൻ പോയിന്റായ 50 പോയിന്റും ലഭിച്ചിരിക്കുന്നു. ഒന്നാമത് കളിച്ച ആൾക്ക് 35 പോയിന്റും രണ്ടാമത് കളിച്ച ആൾക്ക് 50 പോയിന്റും. രണ്ടാമൻ 15 പോയിന്റിന് ലീഡ് നേടിയിരിക്കുന്നു. കുട്ടികളെ, നമുക്ക് ഇന്ന് ഒരു പസില് പരിചയപ്പെടാം. ഈ പസിലിന് വേണ്ടത് ഇതേപോലെ ക്ലോക്കിന്റെ വരച്ച ചിത്രമാണ്. നമുക്കറിയാം, ഈ ക്ലോക്കില് 1 മുതൽ 12 വരെയുള്ള സംഖ്യകൾ ഉണ്ടായിരിക്കും. ഇനി പസിൽ എന്താണെന്ന് നോക്കാം. ഒരാള് ഈ ക്ലോക്കിലെ 1 മുതൽ 12 വരെയുള്ള സംഖ്യകളില് ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കുന്നു. അതിനുശേഷം ഞാൻ ഇതിലെ ഈ 12 സംഖ്യകളില് ഓരോ സംഖ്യയിലും ഓരോ പ്രാവശ്യം തൊടുന്നു. അങ്ങനെ തൊടുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച സംഖ്യ ഏതാണോ ആ സംഖ്യയോട് 1 വീതം കൂട്ടി കൂട്ടി പോകണം. അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് 5 ആണെന്ന് കരുതുക. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം തൊടുമ്പോൾ നിങ്ങൾ 5നോട് 1 കൂട്ടി 6, അങ്ങനെ കൂട്ടുന്നു. വീണ്ടും ഞാൻ തൊടുമ്പോൾ അതിനോട് 1 കൂട്ടി 7, ഇങ്ങനെ കൂട്ടി കൂട്ടി പോകുന്നു. അങ്ങനെ കൂട്ടി നിങ്ങൾ 20-ലെത്തുമ്പോൾ, അതായത് 1 വീതം കൂട്ടി 20-ലെത്തുമ്പോൾ ആയി എന്ന് പറയുന്നു. 20-ലെത്തുമ്പോൾ ആയി എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ 20-ലെത്തുമ്പോൾ ആയി എന്ന് പറയുമ്പോൾ ഞാൻ തൊട്ട സംഖ്യ ഏതാണോ ആ സംഖ്യ തന്നെയായിരിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച സംഖ്യ. ഇനി നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ നമുക്ക് ക്ലോക്കില് 1 മുതൽ 12 വരെയുള്ള സംഖ്യകളാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഈ 1 മുതൽ 12 വരെയുള്ള സംഖ്യയിൽ ഇഷ്ടമുള്ള ഒരു സംഖ്യ വിചാരിച്ച ഇനി ഞാൻ ഇങ്ങനെ 1 തൊടുമ്പോൾ നിങ്ങൾ വിചാരിച്ച സംഖ്യയോട് 1 കൂട്ടണം. വീണ്ടും തൊടുമ്പോൾ അതിനോട് 1 കൂട്ടി, അങ്ങനെ കൂട്ടി കൂട്ടി പോവുക. കൂട്ടി കൂട്ടി നിങ്ങൾ 20 ആകുമ്പോൾ, ഞാനിങ്ങനെ ഓരോന്ന് തൊടുമ്പോഴും നിങ്ങൾ കൂട്ടി കൂട്ടി പോകുന്നു. 20 ആകുമ്പോൾ ആയി എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ തുടങ്ങാം. അപ്പൊ മനസ്സിൽ വിചാരിച്ച സംഖ്യ വിചാരിച്ചു. നിങ്ങൾ വിചാരിച്ച സംഖ്യ 7 അല്ലേ? അപ്പോൾ ഇതാണ് കളി. ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇത് കളിച്ചത് കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇതേപോലെ കൂട്ടുകാരുമായിട്ട് ഇതൊന്ന് ചെയ്തു നോക്കുക. അങ്ങനെ കളിക്കുമ്പോൾ അതിന്റെ യുക്തി എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. അത് നിങ്ങൾ സ്വയം കണ്ടെത്തുക. ഇല്ലെങ്കിൽ ടീച്ചറുടെ സഹായത്തോടെ അത് നിങ്ങൾ കണ്ടെത്തും.